ഞാൻ ചെയ്യുന്ന ഷോപ്പിഫൈയിൽ. അപ്പം ഷോപ്പിഫൈ പ്ലസിനെ ഞാൻ ഒരാൾക്ക് റെഫർ ചെയ്തു. റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ അറിയണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ വലിയൊരു ബ്രാൻഡിനെ വെറുതെ റെഫർ ചെയ്തു ഷോപ്പിഫൈക്ക് വേണ്ടിയിട്ട്. ഈ ഇമെയിൽ ID അയച്ചിട്ട് പറയും ഇവർക്ക് ഷോപ്പിഫൈ പ്ലസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നതും പറയുന്നില്ല, ആവശ്യമുണ്ടെന്ന് പറയും. ഓക്കെ, അന്നേരം അവരിങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞങ്ങളുടെ പ്രൈസിങ് അവർക്ക് അറിയാവോ? യെസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് എടുത്തിട്ട് അവർ തന്നെ അവരെ ഫോളോ അപ്പ് ചെയ്തോളൂ. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അവർ പേ ചെയ്യുന്നതിന് 20% നമുക്ക് കിട്ടും. അതായത് ഷോപ്പിഫൈ പ്ലസ് എന്ന് പറഞ്ഞാൽ നിയർലി 2 lakhs ആണ്. അപ്പോൾ അതിന് 20% നമുക്ക് മന്ത്ലി 40,000 രൂപ എടുത്ത് നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. ഷോപ്പിഫൈ പാർട്ണറിൽ നിന്ന് നമ്മളൊരു സ്റ്റോർ ബിൽഡ് ചെയ്ത് വേണ്ട. ഷോപ്പിഫൈ പാർട്ണേഴ്സിൽ നമുക്ക് ലീഡ്സ് എന്ന് പറഞ്ഞിട്ട് റെഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ നിന്ന് കൊടുത്താൽ മതി. കോയിൻസിഡൻഷ്യലി ആണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു 5 ലീഡൊക്കെ അപ്രൂവ് ആയി കിടപ്പുണ്ട്. അപ്പൊ അത് എന്താ പറയാ, അതെങ്ങനെ വന്നോണ്ടിരിക്കും. അവരെന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് തീരും. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ടല്ലേ. നമ്മളിപ്പോ ഈ ഒരു നമ്മളുടെ സീറോ ഇൻവെസ്റ്റ്മെന്റ്. അതെ, സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മളൊരു പെർഫോമൻസ് മാർക്കറ്റർ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലയന്റിനെ പോകുമ്പോൾ ആദ്യം ഒരു ക്ലയന്റ് വേർഡ്പ്രസ്സിൽ വരെയാണ്. ഇപ്പോൾ വേർഡ്പ്രസ്സിൽ വന്ന ക്ലയന്റിൻ്റെ അടുത്ത് നമ്മൾ പറയണം, ഓക്കെ നിങ്ങൾ വേർഡ്പ്രസ്സിൽ നിൽക്കേണ്ട, മേ ബി നിങ്ങളുടെ ട്രാഫിക് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ടീമൊന്നും ഇല്ലെങ്കിൽ വേർഡ്പ്രസ് നിൽക്കേണ്ട ആവശ്യമില്ല, ഷോപ്പിഫൈയിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു റിഫറൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ റിഫറൽ പിന്നെ നമുക്കാണ് വരുന്നത്. നമ്മൾ പിന്നെ ഏതൊക്കെ ആപ്പുകൾ അവർ പറയുന്നു അതെല്ലാം നമുക്ക് അപ്പോൾ ആ ഒരു ജേണിയാണ് നമുക്ക് ആ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൂടെ നമുക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലയൻസിനെ മാത്രം വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാം.